ഹലോ ബച്ചോ, ഹായ്, നമസ്തേ. മധുർ വചനം എന്ന നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ നല്ല രീതിയിൽ മനസ്സിലാക്കിയാലോ? റെഡി. സോ മധുർ വചനം എന്ന് പറയുന്ന നല്ല നല്ല മധുരമായിട്ടുള്ള വചനങ്ങൾ ആരൊക്കെ പറഞ്ഞതാണ്? ഒന്ന് കബീർദാസ് ഉണ്ട്, ഒന്ന് തുളസിദാസ് ഉണ്ട്, ഒന്ന് റഹീം ഉണ്ട്. സൂർദാസ് ഇല്ല, ഒന്ന് റഹീമാണുള്ളത്. സോ കബീർദാസിൻ്റെ ഉണ്ട്, തുളസിദാസിൻ്റെ ഉണ്ട്, റഹീമിനുണ്ട്. വളരെ ക്വിക്കായിട്ട് മനസ്സിലാക്കിയാലോ? ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ് പറയുന്നത്? കബീർദാസ് പറയുകയാണെ, കബീർദാസ് മൂന്ന് ആൾക്കാരാണ് മെയിൻ ആയിട്ടുള്ള. കബീർദാസ് ഉണ്ട്, തുളസിദാസ് ഉണ്ട്, റഹീം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സമ്മറി എന്തായാലും നിങ്ങളുടെ ചോദ്യപേപ്പറിൽ ഈ പ്രാവശ്യം കാണാൻ സാധിക്കുന്നതാണ്. ദോഹ തന്നിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്യാ ഹേ नीति परक दोहे का संकलन है। कबीरदास के दोहे सिखाते हैं कि हमें अहंकार रहित होकर ऐसी मधुरवाणी बोलनी चाहिए जो खुद को और दूसरों को सुख दे. നമ്മൾ നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കണം. അതായത് നല്ല നല്ല വാക്കുകൾ, വാണി എന്ന് പറഞ്ഞ ബാണി, ഭാഷ നല്ല നല്ല ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന ആക്കും പറയുന്ന ആക്കും തന്നെ സുഖം കിട്ടുന്ന ഭാഷകൾ നമ്മൾ ഉപയോഗിക്കണം എന്നാണ് കബീർദാസ് പറയുന്നത്. കച്ചി സാധുക്കി തുലന സൂപ്പ് സെ കർത്തെ ഹേ. നല്ലൊരു സാധു, നല്ലൊരു മനുഷ്യന്റെ തുലന എന്താണ്? സൂപ്പ് എന്ന് പറയുന്ന ആ ഒരു മുറത്തിനായിട്ടാണ് അദ്ദേഹം കബീർദാസ് ചെയ്യുന്നത്. കാരണം നല്ല പതിരിനെ അകറ്റി നല്ലത് മാത്രം ശേഖരിക്കുന്ന ഈ ഒരു മുറത്തിന്റെ രൂപത്തിലാണ് കബീർദാസ് എന്താണ് ഇതിനെ പറയുന്നത്? ഒരു നല്ലൊരു സാധു, നല്ലൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? അച്ചി ബാത്തേം കോ ഗ്രഹൺ കർത്താ ഓർ വ്യർത്ഥ് കി ബാത്തേം തോത്ത എന്ന് പറയുന്നത് ചോദ്യത്ത. നല്ല വാക്കുകൾ സ്വീകരിച്ച് മോശത്തിനെ പതിരിനെ വേർതിരിക്കുന്ന പോലെ നല്ല വാക്കുകൾ സ്വീകരിച്ച് മോശത്തിനെ കളയുന്ന ഒരു മുറത്തെ പോലെയാണ് ഒരു സാധുവിനെ കബീർദാസ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ അല്ലേ? ക്ലിയർ അല്ലേ? റെഡി അല്ലേ? അടുത്ത തുളസിദാസിന്റെ ദോഹ നോക്കുകയാണെങ്കിൽ എന്താണ്? ദയാ ധർമ്മ ആധാര ഹെ. ദയ എന്ന് പറഞ്ഞതാണ് ധർമ്മത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. ദയാണ്. എപ്പോഴും സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യണം. ജബ്കി അഭിമാൻ പാപ് കാ മൂല. അഭിമാനം എന്ന് പറയുന്ന ആ ഒരു അഹങ്കാരം എന്ന് പാപത്തിൻ്റെതാണ്. അതെ, പാപമായി മാറുന്നു എന്നാണ് പറയുന്നത്. പാപത്തിന്റെ അടിസ്ഥാനമാണ് എന്ത്? അഹങ്കാരം എന്ന് അദ്ദേഹം പറയുന്നു. ദയ എന്ന് പറഞ്ഞത് ധർമ്മത്തിന്റെ അടിസ്ഥാനമാണെങ്കിൽ അഹങ്കാരം പാപത്തിന്റെ അടിസ്ഥാനമാണെന്ന് പറയുന്നു. ഇസ്ലിയെ ഹമേ പ്രാൺ രഹത്തെ വി ദയാ നഹി ചോഡ്നി ചായേ. അതായത് നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം നമ്മൾ ഒരിക്കലും ദയ ഒഴിവാക്കരുതെന്ന് തുളസിദാസ് പറയുന്നു. വേ യഹ്ബി ചേതാവനി ദേത്തെ. അദ്ദേഹം ഈ ഒരു വാണിംഗ് കൂടെ തരുന്നുണ്ട്. യദി കിസി രാജ മന്ത്രി വൈദ്യ और गुरु डर या लालच से केवल उनकी പ്രശംസ കർത്തെ എന്നാണ്. മന്ത്രി ആയിക്കോട്ടെ, ഒരു രാജ്യത്തിന്റെ മന്ത്രി ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് ഒരു വൈദ്യൻ, ഡോക്ടർ ആയിക്കോട്ടെ, ഒരു അധ്യാപകനായിക്കോട്ടെ, ആ ഗുരുവായിട്ടുള്ള അധ്യാപകനായിട്ട് അവർ പേടിയുടെ ബലത്താണ്. പേടി ഉണ്ടെങ്കിൽ മാത്രം എന്താണ്? ബിറ്റർ ട്രൂത്ത്, ഓക്കെ, കടുവ സച്ച് പറയുന്നുണ്ടെങ്കിൽ, സന്തോഷത്തോടെ പുഞ്ചിരിച്ചാണ് ഇവരെപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ കള്ളം പറയാണെന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം നശിക്കാം, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവൻ ഇല്ലാതാവാം. ഡോക്ടർ കള്ളം പറഞ്ഞാൽ, അതുപോലെ തന്നെ ഗുരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹം തന്നെ ഇല്ലാതാവാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ ചോദ്യപേപ്പറിൽ കാണും. സോ ധർമ്മ और शरीर का जल्द ही नाश हो जाता है. അതുകൊണ്ട് ഇവർ മൂന്ന് പേരും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് നശിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് രാജ്യം, മന്ത്രി കള്ളം പറഞ്ഞാൽ രാജ്യം നശിക്കും. അതുപോലെ തന്നെ എന്താണ്? വൈദ്യൻ, ഓക്കെ, വൈദ്യൻ കള്ളം പറഞ്ഞാൽ എന്താണ്? ശരീരം തന്നെ നശിക്കും. ഡോക്ടർ കള്ളം പറഞ്ഞാൽ, ഗുരു കള്ളം പറഞ്ഞാൽ ധർമ്മത്തെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ഇവരെപ്പോഴും പറയുന്ന സത്യങ്ങൾ എപ്പോഴും കടുവാ സെച്ചാണ്, കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള ട്രൂത്ത് ആയിരിക്കും. സോ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണമെന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും പുഞ്ചിരിച്ച് പറയാണ്, അവരെപ്പോഴും ചിരിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, അവർ കള്ളം പറയാണെന്ന് പറയുന്നതാണ് തുളസിദാസിന്റെ രണ്ടാമത്തെ ദോഹയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കബീറിന്റെ ദോഹി നമ്മൾ മനസ്സിലാക്കി. അടുത്ത റഹീമിന്റെ ദോഹയാണെങ്കിൽ റിസ്തേക്ക് നാജുകത പർ പ്രകാശ് ഡാൽത്തെ. റിസ്തെ ബന്ധങ്ങളുടെയാണ് അവിടെ പറയുന്നത്. അദ്ദേഹം സംബന്ധ ഓർ പ്യാർ ഓർ സംബന്ധ കെ ബാരെ മേ റഹീം ബോൾത്തെ ഹെ. അദ്ദേഹം പറയാണ് എന്താണ്? कहते हैं कि मन मोती और दूध की तरह ही प्रेम का धागा होता है എന്നാണ് പറയുന്നത്. മണ്ണായിക്കോട്ടെ, മനസ്സായിക്കോട്ടെ, മുത്തായിക്കോട്ടെ, ദൂതായിക്കോട്ടെ, പാലൊക്കെ ഒരു തവണ പൊട്ടിക്കഴിഞ്ഞാൽ, മനസ്സ് പോലെയാണ് ഇതൊക്കെ. എന്താണ് ഇതൊക്കെ? ഒരു തവണ പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എന്താണ്? ധാഗ, ഓക്കെ, പ്രേം കാ ധാഗ, ഹി പ്രേം കാ ധാഗ, ഒരു ബന്ധനം പോലെയാണ്. ഒരു തവണ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും യോജിക്കാൻ കഴിയില്ല. അതാണ് പ്രേമമാകുന്ന നമ്മുടെ ഒരു മനസ്സുകൊണ്ടും അതുപോലെ തന്നെ എന്താണ് ഇഷ്ടത്തെ എന്താണ് എല്ലാം, ഓക്കെ, ആത്മബന്ധം എന്ന് പറയുന്നത് അതൊക്കെ എന്താണ്? ഒരു ഇതുപോലെയാണ്. പാലായിക്കോട്ടെ, മുത്തായിക്കോട്ടെ, അതുപോലെ ഇതൊക്കെ ഇതുപോലെയാണ്. കാരണം മനസ്സ്, കാരണം ഇത് ഒരു തവണ വീണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും യോജിക്കത്തില്ല. അതായത് പാല് പൊട്ടുക നമ്മൾ പറയല്ലേ, അതെന്താണ്? വീണ്ടും തിരിച്ചു വരത്തില്ല, അറ്റൈൻ ചെയ്യത്തില്ല, അല്ലേ? ആ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരത്തില്ല. അതുപോലെ മുത്തും. അതുകൊണ്ടാണ് പറയുന്നത് ജിസ് झटके से नहीं तोड़ना चाहिए. ഇത് വളരെ പെട്ടെന്ന് പൊട്ടിക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യൂക്കി അഗർ ഏക് ബാർ ടൂട്ട് ജായ തോ ഫിർ ജുഡ് നഹി സക്താ. എന്താണ്? ഒരു തവണ പൊട്ടുവാണെങ്കിൽ ഇത് വീണ്ടും യോജിപ്പിക്കാൻ സാധിക്കത്തില്ല. അതുപോലെയാണ് മനസ്സും. സോ നല്ല രീതിയിൽ ആൾക്കാരുമായിട്ട് കണക്ഷൻസ് എപ്പോഴും നമ്മൾ വെക്കണം. അത് ഒരു തവണ അവരുടെ മനസ്സിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ അത് വീണ്ടും അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. അവർ അഗർ ജുഡ് ബി ജായ തോ ഉസ്മേ ഘാണ്ട് പട് ജാത്തി ഹൈ. അഥവാ വീണ്ടും അത് യോജിക്കുവാണെങ്കിൽ അവിടെ ഒരു രണ്ട് കയറ്, ഞാൻ പറഞ്ഞില്ലേ, മനസ്സിന്റെ കയറ് പോലെയാണ്. ഒരു തവണ പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും യോജിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ യോജിപ്പിക്കുവാണെങ്കിൽ പോലും എന്താണ്? അവിടെ ഒരു ഗാണ്ട്, ഒരു മുഴയുണ്ടാവും. ആ ഒരു നേർ ലൈനായിട്ട് പോയതിനെ വീണ്ടും യോജിപ്പിക്കുകയാണെങ്കിൽ അവിടെ മുഴ എന്ന് പറഞ്ഞൊരു ഗാണ്ട് അവിടെ ഉണ്ടാവും. അത് എന്ത് ചെയ്യണം? അത് ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും ബന്ധങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യരുത്? പൊട്ടിക്കരുത് എന്നാണ് റഹീംജി പറയുന്നത്. സോ എങ്ങനെയാണ് ബന്ധങ്ങൾ നിലനിർത്തേണ്ടത്? സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിർത്തി മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്? റഹീംജി പറയുന്നത്. സോ ഈ മൂന്ന് ദോഹകളും നല്ല രീതിയിൽ പഠിച്ചു വെച്ചോളൂ. എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ SLCയുടെ യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 5 വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെ ഈസി സമ്മറി, ഇതുപോലത്തെ 2 minute സമ്മറി, ഓക്കെ, നമ്മുടെ എവിടെയാണ്? ചാനലിൽ അവൈലബിൾ ആണ്. വാട്സ്ആപ്പ് ചാനൽ, ജിമൻ സാർ ജൂപ്പെടുന്ന വാട്സ്ആപ്പ് ചാനൽ അവൈലബിൾ ആണ്. ഈ ഒരു സമ്മറി നേരെ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചാനലിൽ എല്ലാ
ഡ്രൈവിൽ അപ്ലോഡ് ആണ്. അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ആയിട്ടുള്ള ജിമ്മൻ സാർ എജു പൊട്ട എന്നതിൽ വന്നിട്ട് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. എന്തിട്ടാൽ മതി? ഓക്കെ, എന്തിടണം? യെസ്, നമ്മുടെ SLC ചാനൽ ലിങ്ക് എന്നിട്ടാൽ മതി. SLC ചാനൽ ലിങ്ക് എന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ജസ്റ്റ് ജോയിൻ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കാം. ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് മലയാളവും ഹിന്ദിയും എല്ലാത്തിനും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിനും മലയാളം ഹിന്ദി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നല്ല എക്സാം തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നേരെ വന്നിട്ട് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി. तो बच्चों थैंक यू, धन्यवाद, मिलता है.